നമസ്കാരം, രുചികട ലോകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ റംസാൻ ആശംസകൾ. എല്ലാവരും ഗംഭീരമായിട്ട് ആഘോഷിക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ സ്പെഷ്യലായിട്ടുള്ളൊരു സ്ഥലത്ത് നിന്നാണ് ഇൻട്രോ പറയുന്നത്. ഇതാണ് തലശ്ശേരി കടൽപ്പാലം. എല്ലാവർക്കും അറിയായിരിക്കും അല്ലേ? അപ്പോൾ അത് കാണുന്നതാണ് കടൽപ്പാലം. നമുക്ക് അതിൻ്റെ ഉള്ളിലോട്ടൊക്കെ പോകാൻ പറ്റിയിരുന്നു. അപ്പം കുറച്ചായിട്ട് അതിങ്ങനെ ദ്രവിച്ചൊക്കെ തുടങ്ങിയതിനാൽ അതവിടെ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ഒരു അടിപൊളി സ്ഥലമാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ്. പണ്ടൊക്കെ എല്ലാവരും വരുന്നതാണ്, തലശ്ശേരി എത്തിക്കഴിയുമ്പോൾ ഇവിടേക്ക് വരുന്നതാണ്. ഇപ്പം എന്തായാലും ഇങ്ങനെ കാണാം. അപ്പോൾ ഇന്ന് നമ്മൾ റംസാൻ സ്പെഷ്യലായിട്ടുള്ളൊരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു ബിരിയാണിയാണ്. അപ്പോൾ നമുക്ക് സമയം കളയാതെ എങ്ങനെയാണ് ഈ ബിരിയാണി ഉണ്ടാക്കാൻ നമുക്ക് കാണാം. ഒരിക്കൽ കൂടെ റംസാൻ ആശംസകൾ. അപ്പോൾ നമ്മൾ ആദ്യം അരി എടുത്തിട്ടുണ്ട് കേട്ടോ. അരി നല്ല ചൂടുവെള്ളത്തിൽ കഴുകിയതിന് ശേഷം വെള്ളം മുഴുവനും വാലാൻ വേണ്ടി വെച്ചു, എന്നിട്ട് എടുത്തതാണ്. ഇത് ഇപ്പം 2 ഗ്ലാസ് അരിയാണ്, ജീര റൈസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനി വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നെയ്യും ഓയിലും കൂടി ഏതാണ്ട് ഒരു 2 ടേബിൾ സ്പൂൺ വരും, അത് ചൂടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് റൈസ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി റൈസ് ഒന്ന് വറുത്തെടുക്കണം. ഏതാണ്ട് 1 മിനിറ്റ് ഞാൻ വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ 2 കപ്പ് അരിക്ക് ഞാൻ 1.5 കപ്പ് വെച്ച് 3 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. ഞാനിതൊന്ന് ഫ്ലെയിം കൂട്ടി വെച്ചു, ഹൈ ഫ്ലെയിമിൽ വെച്ചു. അതിനുശേഷം ഇതിലോട്ട് ഞാൻ ആദ്യം ഉപ്പിട്ട് കൊടുക്കുകയാണ്. അപ്പം എപ്പോഴും നമ്മൾ പറയാറുണ്ട് വീഡിയോയിൽ, ഉപ്പിട്ട് കൊടുക്കുന്ന സമയത്ത് ഉപ്പ് നോക്കുമ്പോൾ ഒരല്പം മുമ്പിൽ ഇങ്ങനെ മുന്നിട്ട് നിൽക്കണം. അതുപോലെയാണ് ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ടത്. നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഉപ്പിൻ്റെ പാകം ഒന്ന് നോക്കാം. അടുത്ത് നമ്മൾ ഇടാൻ പോകുന്നത് നമ്മുടെ റൈസസ്, അതാണ്. അതിനുവേണ്ടി ഞാൻ ഒരു 1/4 ടീസ്പൂൺ പെരുംജീരകം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 4 ഏലക്ക എടുത്തിട്ടുണ്ട്. ഒരു കഷ്ണം പട്ട എടുത്തിട്ടുണ്ട്. 4 ഗ്രാമ്പു എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ജാതിപത്രി, ചെറിയ ജാതിപത്രി എടുത്തിട്ടുണ്ട്. അപ്പം ഇത് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ ഒരു കാര്യം കൂടി ചേർക്കുന്നുണ്ട്. ഒരു പകുതി നാരങ്ങയുടെ, അതായത് മീഡിയം സൈസിലുള്ള ഒരു പകുതി നാരങ്ങയുടെ നീരെടുത്ത് വെച്ചിട്ടുണ്ട്. അതുകൂടി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിങ്ങനെ ഒഴിക്കുന്നതെന്ന് വെച്ചാൽ അരി ഇങ്ങനെ വിട്ട് വിട്ട് നിൽക്കാൻ വേണ്ടിയാണ്. ജസ്റ്റ് ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇനി ഒന്ന് തിള വന്ന് തുടങ്ങണം. അപ്പം നമ്മൾ ഹൈ ഫ്ലെയിമിലാണ് ഇട്ടതെന്ന് പറഞ്ഞു. അപ്പം ഒന്ന് ജസ്റ്റ് ഒന്ന് തിള വന്ന് തുടങ്ങട്ടെ. ആ ചോറ് ഇങ്ങനെ തിള വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ അടച്ചു വെക്കാൻ പോവാണ്. അപ്പം ഹോളുള്ളതാണെങ്കിൽ ജസ്റ്റ് അലൂമിനിയം ഫോയിലോ മറ്റോ വെച്ചിട്ട് ഒന്ന് അടച്ചു കൊടുക്കണം. ഇനി ഞാൻ ഫ്ലെയിം കുറയ്ക്കാൻ പോവാണ്, മീഡിയത്തിലോട്ട് വെക്കാൻ പോവാണ് കേട്ടോ. 5 മിനിറ്റ് കഴിഞ്ഞിട്ടൊന്ന് തുറന്നു നോക്കിയാൽ മതി. എന്നിട്ട് വെള്ളം വറ്റുമോ നോക്കുക, ഇല്ലെങ്കിൽ പിന്നെയും അടച്ചു വെച്ചാൽ മതി കേട്ടോ. ഇപ്പം ഇതൊരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ ഓപ്പൺ ചെയ്യാണ്. ഇതാ ഇങ്ങനെ കുഴി പോലെ വന്നിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കാം. വെള്ളം ഇനിയും ഉണ്ട് കേട്ടോ, വറ്റാൻ വേണ്ടിയിട്ട് വെള്ളം ഇനിയും ഉണ്ട്. അപ്പോൾ ഇതെന്തായാലും ഒരു ഇങ്ങനെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. പിന്നെ ഈ പറയുന്ന ഈ സമയം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന പാത്രം, അതുപോലെ തന്നെ യൂസ് ചെയ്യുന്ന ഒരു അരിയൊക്കെ ഇല്ല, അതിനൊക്കെ അനുസരിച്ചിട്ട് വ്യത്യാസം വരും. അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കുമ്പം നിങ്ങൾക്ക് തന്നെ മനസ്സിലായിക്കോളും. ഇനി ഒന്നുകൂടി അടച്ചു വെക്കാൻ പോവാണ്. അടച്ച് വെച്ചതിന് ശേഷം ഒരു 3 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്നും കൂടി നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ വീണ്ടും 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഓപ്പൺ ചെയ്യുകയാണ്. വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അതാ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്, പാകത്തിനായിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം നമ്മൾ മസാല ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഒരു വേവും കൂടി, അതായത് ഇതിൽ ലെയർ പോലെ വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് ആവി കയറ്റിയെടുക്കും. അപ്പോൾ ഒന്നും കൂടി വേവും കേട്ടോ. ഇതിപ്പോൾ പാകത്തിനായിട്ടുണ്ട്. ഞാനിത് സ്റ്റവ് ഓഫ് ചെയ്ത് മാറ്റി വെക്കുകയാണ്. അപ്പം മസാല ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു 3 വലിയ സവാള എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കട്ട് ചെയ്യാൻ പോവാണ്. ഞാൻ തക്കാളി കൂടി കട്ട് ചെയ്ത് വെച്ചു കേട്ടോ. 2 മീഡിയം സൈസ് തക്കാളി ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൂടി കട്ട് ചെയ്ത് വെച്ചു. ഇനി ഞാൻ കുറച്ച് സംഭവങ്ങൾ പേസ്റ്റ് ആക്കാൻ പോവാം കേട്ടോ. ഒരു 10 അല്ലി വെളുത്തുള്ളി, അതുപോലെ തന്നെ 2 പച്ചമുളക് ജസ്റ്റ് ഒന്ന് കീറിയിട്ട് കൊടുക്കാം എളുപ്പത്തിന്. അതുപോലെ തന്നെ 1 ഇഞ്ച് വലിപ്പം വരുന്ന
ഇഞ്ചി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇത് നല്ല പേസ്റ്റ് ആക്കി എടുക്കാം കേട്ടോ. അപ്പോൾ മസാല ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഓയിലൊക്കെ ഒഴിച്ചു കൊടുത്തു. ഞാൻ സാധാരണ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തത്. ഇതിലോട്ട് നമുക്ക് അരിഞ്ഞു വെച്ച സവാള ചേർത്ത് കൊടുക്കാം, 3 മീഡിയം സൈസ് കേട്ടോ. നമുക്ക് ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. വഴറ്റുമ്പോൾ തന്നെ നന്നായിട്ട് വഴറ്റി എടുക്കണം. ഇപ്പോൾ ഈ ഒരു പേസ്റ്റിൻ്റെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ഇതിലോട്ട് പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, കാരണം ഞാൻ പച്ചമുളക് എടുത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് 1/2 ടീസ്പൂൺ മാത്രം എടുക്കുന്നത്. മല്ലിപ്പൊടി ഒരു 1.5 ടേബിൾ സ്പൂൺ. ഇത്രയും ചേർത്ത് നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതിൻ്റെ കൂടെ ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇത് ആ മസാലയൊക്കെ നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇതിലോട്ട് മെയിനായിട്ടുള്ള ആളെ ചേർത്ത് കൊടുക്കുകയാണ്. ചെമ്മീനാണ്. അപ്പോൾ ചെമ്മീൻ ഞാൻ എടുത്തിരിക്കുന്നത് 1/4 കിലോ കേട്ടോ. 1/4 കിലോ എന്ന് പറഞ്ഞാൽ ചെമ്മീൻ വൃത്തിയാക്കി വരുമ്പോൾ അറിയാലോ കുറച്ച് കുറയും. അപ്പോൾ വലുതായിരുന്നു, വലിയ ചെമ്മീനായതുകൊണ്ട് ഞാൻ കട്ട് ചെയ്തിട്ടാണുള്ളത്. അതിലേക്ക് ഞാൻ ഉപ്പ്, അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഒന്ന് മിക്സ് ചെയ്യാതെ. ഇനി ഇതിലോട്ട് കുറച്ച് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്, ഇത് ചെമ്മീൻ വേവാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇനി ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. ചെമ്മീനൊന്നും വേവാൻ അധികം സമയം എടുക്കൂല, അറിയാലോ. അപ്പോൾ നമുക്ക് വേവിച്ചെടുക്കാം ഇത്. അപ്പം നമ്മുടെ ചെമ്മീനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലോട്ട് ഞാനൊരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. അപ്പം ഞാൻ ആദ്യമേ പറഞ്ഞു എരിവൊക്കെ ഓരോ കണക്കിനനുസരിച്ച് ചേർത്താൽ മതി കേട്ടോ. ഇനി നമുക്കൊരു ടീസ്പൂൺ ഗരം മസാല കൂടി ചേർക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ മസാല, ചെമ്മീൻ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ച്, അതായത് നന്നായിട്ട് വെള്ളം പറ്റില്ല. ഇപ്പോൾ ഇത് കാണുമ്പോൾ കണ്ടോ ചെറിയൊരു ജ്യൂസി ഇതിലാണ് ഉള്ളത്. അപ്പോൾ ഇങ്ങനെ കിടന്നോട്ടെ, കാരണം ഇനി നമുക്ക് ചോറിൻ്റെ കൂടെ ഇട്ട് ആവിയേറ്റിയൊക്കെ എടുക്കേണ്ടതല്ലേ. അപ്പോൾ ഇതെന്തായാലും ഞാൻ സ്റ്റവ് ഓഫ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇനി അടുത്ത പരിപാടി എന്ന് പറയുമ്പോൾ നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ അളവൊന്നും പറയുന്നില്ല. കുറച്ച് അണ്ടിപ്പരിപ്പ് ആദ്യം ചേർക്കുന്നു. ഇത് ചുവന്ന് തുടങ്ങുമ്പോൾ നമുക്ക് അതിലോട്ട് മുന്തിരി കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ദം ചെയ്തെടുക്കാൻ പോവാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ വലിയൊരു പാത്രം വെച്ചു. നോൺ സ്റ്റിക്കിൻ്റെ ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് കുറച്ച് മസാല ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ പരത്തി ഇട്ട് കൊടുത്താൽ മതി. നമ്മൾ ദം ചെയ്യുന്നതൊക്കെ നമ്മുടെ ചിക്കൻ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്നതിലൊക്കെ കാണിച്ചിട്ടുണ്ട്. ഒരുപാട് ബിരിയാണി ഉണ്ടാക്കുന്നത് ഉണ്ടല്ലോ, അതിലൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഉണ്ടാവും കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലോട്ട് റൈസ് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഒരു പിഞ്ച് ഗരം മസാല ഞാനിങ്ങനെ വിതറി കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾ കുറച്ച് വെള്ളത്തിൽ കലക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഒരു കളറിന് വേണ്ടിയിട്ട് ഇങ്ങനെ തൂവി കൊടുക്കാം. പിന്നെ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ്, മുന്തിരി, കുറച്ച് മല്ലിയില. ഇനി വീണ്ടും ഇതിൻ്റെ മുകളിലോട്ട് മസാല ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമ്മൾ ദം ചെയ്തെടുക്കാൻ വേണ്ടി പോവാണ്. അപ്പം ഞാൻ എന്താ സാധാരണ ചെയ്യാറെന്ന് വെച്ചാൽ ദോശത്തട്ട് എടുക്കും. ദോശത്തട്ടിലേക്ക് നമ്മൾ ദം ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പാത്രം വെക്കും. ഇത് അടച്ചു വെക്കും. അപ്പോൾ ഹോളുള്ളതാണെങ്കിൽ ഹോളൊന്ന് എന്താ പറയുക, എന്തെങ്കിലും വെച്ചിട്ടൊന്ന് അടച്ചു വെക്കണം. ഇനി നമ്മൾ സ്റ്റവ് ഓൺ ചെയ്യുക. സ്റ്റവ് ഓൺ ചെയ്ത് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് അത്രയൊക്കെ മതി. അപ്പം സമയത്തിൻ്റെ നോക്കാനുള്ള ഒന്നുമില്ല, ജസ്റ്റ് ഈ അടപ്പൊന്ന് ചൂടായിട്ട് വരണം. ജസ്റ്റ് ചൂടായോന്ന് നോക്കിയാൽ മതി, അത്രയേ ഉള്ളൂ ആവശ്യമുള്ളൂ. അപ്പം ഇനി നമുക്ക് ഇത് ദം ചെയ്തെടുക്കാം. അപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞു. ഇവിടെ തൊട്ട് നോക്കുമ്പോൾ അതാ ചൂടിങ്ങനെ വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇനി സെർവ് ചെയ്യാം.
അടിപൊളി ചെമ്മീൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കണം. പുതിയൊരു വീഡിയോ കാണാം, അതുവരെ ബൈ.